ജോർജിയയിൽ നിന്ന് വരുന്നത് ഞെട്ടിപ്പിക്കുന്ന ഒരു മരണ വാർത്തയാണ്. 2 വയസ്സുള്ള ഒരു കുട്ടി ഉറുമ്പ് കടിയേറ്റ് മരിച്ചു എന്നുള്ളതാണ്. ഈ സംഭവം നടന്നിട്ട് കുറേ നാളുകളായി. 2 വയസ്സുകാരി വീട്ടിൽ മുറ്റത്ത് കളിച്ചുകൊണ്ടിരിക്കുമ്പോഴാണ് ഉറുമ്പ് കടിയേറ്റത്. മായ ഗെറ്റാഹൂൺ എന്നായിരുന്നു ഈ കുട്ടിയുടെ പേര്. എന്നാൽ കുറച്ച് സമയം കഴിഞ്ഞ് കുട്ടി അസ്വസ്ഥത പ്രകടിപ്പിച്ചപ്പോഴാണ് മാതാപിതാക്കൾ ഈ കുട്ടിയെയും കൊണ്ട് അടിയന്തരമായി അടുത്ത പട്ടണത്തിലുള്ള ഒരു ആശുപത്രിയിൽ എത്തിച്ചത്. കുട്ടിയെ കടിച്ചത് ഫയർ ആൻഡ് എന്ന് വിളിക്കപ്പെടുന്ന തരത്തിലുള്ള ഒരു പ്രത്യേകതരം ഉറുമ്പാണ് എന്നാണ് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. ഈ ഉറുമ്പിനെ പെട്ടെന്ന് നമുക്ക് കണ്ടെത്താൻ കഴിയുകയില്ല, മണ്ണിലും മറ്റും ഇത് മറഞ്ഞിരിക്കുകയായിരിക്കും. എന്നാൽ ഇത് കടിച്ചു കഴിഞ്ഞാൽ വളരെ പെട്ടെന്ന് തന്നെ, പ്രത്യേകിച്ച് കുട്ടികളൊക്കെ ആണെങ്കിൽ അത് അലർജി ഉണ്ടാക്കും എന്നുള്ളതാണ് ഇതിൻ്റെ യാഥാർത്ഥ്യം. കുട്ടി ആശുപത്രിയിൽ എത്തിച്ചു കഴിഞ്ഞാൽ നൽകേണ്ട മരുന്നിൻ്റെ പേര് എപ്പിനെഫ്രിൻ എന്നായിരുന്നു. ഈ മരുന്നാണ് ഇത്തരത്തിലുള്ള അപകടാവസ്ഥയിലെത്തുന്ന കുട്ടികൾക്ക് നൽകേണ്ടത്. കുട്ടിയെ ആശുപത്രിയിൽ എത്തിച്ച് ഏതാണ്ട് 20 മിനിറ്റോളം സമയം കഴിഞ്ഞതിന് ശേഷമാണ് ഈ മരുന്ന് നൽകിയത് എന്നാണ് കുട്ടിയുടെ മാതാപിതാക്കൾ ആരോപിക്കുന്നത്. മാത്രവുമല്ല, ഈ ആശുപത്രിയിൽ ശരിയായ രീതിയിലുള്ള ചികിത്സാ സംവിധാനങ്ങളൊന്നും തന്നെ ഇല്ലായിരുന്നു എന്നും അവർ പറയുന്നുണ്ട്. കുട്ടിയുടെ ശരീരഭാഗം ഏതെങ്കിലും തുളച്ച് അതുവഴി ഓക്സിജനോ മരുന്നോ ഒക്കെ നൽകാനുള്ള സംവിധാനം ഒരുക്കേണ്ട സമയമായി എന്നുള്ളതാണ് ഡോക്ടർമാർ കണ്ടെത്തിയത്. പക്ഷേ ആ സമയത്താണ് അവർ പറയുന്നത് ഇതിനുള്ള സംവിധാനങ്ങൾ ഈ ആശുപത്രിയിൽ ഇല്ല എന്നുള്ളത്. എന്തുകൊണ്ട് നേരത്തെ കാര്യം അവർ വെളിപ്പെടുത്തിയില്ല എന്നാണ് വീട്ടുകാർ ചോദിക്കുന്നത്. അങ്ങനെ ആയിരുന്നുവെങ്കിൽ കുട്ടിയെ മറ്റേതെങ്കിലും ആശുപത്രിയിലേക്ക് എത്തിക്കാനും കഴിയുമായിരുന്നു.